ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വൈകിട്ട് കേട്ടോ, ഇന്ന് ക്ഷമിക്കണം, ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സോറി, എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പൊ ഇന്ന് സാർക്ക് ഇന്ന് വെച്ചത് ഇന്ന് കറിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് മോര് കാച്ചുകയാണ്. പാത്രമല്ലേ ഇത്, എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം കുറച്ച് ഉരുവിട്ട് കൊടുത്തു കേട്ടോ, പിന്നെ കടുക് കൊടുത്തു. അതൊക്കെ ഗംഭീരമായിട്ട് പൊട്ടുന്നുണ്ട്. ഹലോ ഗേസ്, ഒരെണ്ണം മേത്ത് അടിച്ചിരിക്കുന്നു. നാല് വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. വെച്ചാൽ മതി. ഇതെന്താണെന്നായിരിക്കും എല്ലാവരുടെയും വിചാരം. മുളകാണ്, വറ്റൽ മുളക്. ഒരു സെഞ്ചിയിലൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. സെഞ്ചിയല്ല, കവർ. സോറി, കവറ്. സെഞ്ചി കവറൊക്കെ ഒന്നെ കേട്ടാ. അല്ല, ഇത് കുഞ്ഞൊരു സെഞ്ചി, അല്ല സോറി, കവറ്. പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. കാരണം എന്താ പറയുക, കയ്യിൽ കുറച്ച് വെള്ളം. ഇത് വട്ടല്ല അല്ലേ കേട്ടാ ശരിക്ക്. അല്ലേ അമ്മായി ഒരു ഹായ് പറഞ്ഞ എല്ലാവരോടും പറഞ്ഞോളൂ. അമ്മായിയുടെ ശബ്ദം കേൾക്കാൻ എല്ലാവർക്കും എല്ലാവരോടും ഹായ്. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അത് അമ്മായിക്ക് പറയാം. അമ്മയ്ക്ക് പറയാനറിയില്ല കേട്ടോ, അത് അമ്മായി പറയാൻ. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം പറ അമ്മായി. അങ്ങനെ വീഡിയോ എല്ലാവരും കാണണം. എല്ലാവരോടും ഒരു ഹായ്. ഹലോ ഗേസ്, എന്നോട് റേഷൻ കടയിൽ പോകാൻ പറയുകയാണ് ഗേസ്. കൊടുക്കണം വീഡിയോ, നമ്മൾ ചോറിനോണ്ട് എടുക്കണം. ഇപ്പൊ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളിതാ മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല തീ കത്തിച്ചിട്ട് ഒഴിച്ചാലേ മോര് പിരിയുള്ളൂ. മിക്സിയിലൊന്നും ഇട്ടിട്ട് അടിച്ചെടുത്തു. തെറ്റിപ്പിരിയല്ല, അതായത് വേറെ വേറെ ലെവലിൽ നിൽക്കും. വെള്ളം ഒഴിച്ച പിന്നെ ഇത് പുളി ഉണ്ടാവില്ല അല്ലേ? വെള്ളം ഒഴിക്കണില്ലേ ഞാൻ? എന്താ പറയുക, ഇത് പാക്കറ്റ് പാലാണ്. ആ പാക്കറ്റ്, അതെ സോറി, പാക്കറ്റ് മോരാട്ടോ. മോരല്ല, തൈരെന്നും പറയും. തൈരല്ല ഏട്ടാ, കട്ടത്തൈരില്ലേ? ഇവിടെ ഉപ്പുംപാത്രം എവിടെ? ആ കിട്ടി. അപ്പോൾ കേട്ടോ, ലാസ്റ്റാണ് ഉപ്പിട്ട് കൊടുക്കണത് ഞാന്. ഒരു വീഡിയോ എടുക്കാൻ ആളുകളുണ്ട്. മുട്ടുത്തി കുട്ടിയെ കാണാൻ എടുത്തിട്ട് പോയേക്കാം. അതിനപ്പം അവിടെ വരും.
തോന്നിയിട്ട മതിയായിരുന്നേ. അല്ല ഉലുവ 2 പൊട്ടിച്ചു ഞാൻ. അതെ എന്നഞ്ഞില്ല കായ ഇത് കൊണ്ടൊക്കെ ഉരുവപ്പൊടി കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ഉരുവപ്പൊടി ഇടാൻ മറന്നുപോയി. ഉലുവ ഇട്ട് ഞാൻ അമ്മ അയ്യോ 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 ഞാൻ കുളിച്ചു വൈകുന്നേരം. രാജേഷേട്ടൻ വന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ കുളിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ഏട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ വഴുകും കുളിക്കാനൊക്കെ. അപ്പോൾ അത് പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ. അപ്പം ഞാൻ വൈകിട്ട് വെച്ച കുറച്ച് ചായ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ചൂടാക്കിയിട്ട് അതൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ മുട്ട പൊരിക്കാനുണ്ടായിരുന്നു. ആ കാര്യം ഞാൻ പറ്റ വിട്ടുപോയി. അപ്പം പിന്നെ കുറച്ചേരം ഇരുന്ന് ചായയൊക്കെ കൂടി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മുട്ട പൊരിച്ചിട്ടില്ലല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ ആ സമയത്ത് രാജേട്ടൻ പിന്നെ കുളിക്കാനും പോയി. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇനി മുട്ട പൊരിക്കണം. അപ്പോൾ ധ്വനി ബേബി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി അവൾ വാശി പിടിക്കുമ്പോഴത്തേനും ഉറക്കത്തിന് വാശി പിടിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കും വേണം. പിന്നെ അങ്ങനെ ഞാനിത് ആ മുട്ടയൊക്കെ വേഗം പൊരിച്ചു. പിന്നെ അപ്പോഴത്തേന് രാജേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്ന പയറുപ്പേരി കുറച്ചുണ്ടായിരുന്നു. പിന്നെ മോര് താളിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. മോര് താളിച്ചതും മോരാണ് ഇപ്പം ഇന്ന്. രാവിലെ ചെറിയ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറൊന്നുമില്ല, കഷ്ണങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ സാമ്പാർ പൊടിയൊന്നും ഇടാത്തൊരു കറി വെച്ചായിരുന്നു. അപ്പോൾ അതേട്ടൻ പറഞ്ഞു ഇനി അത് വേണ്ട, എന്തോ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചാമ്പഴത്ത് അപ്പോൾ വെച്ച തന്നെ കുറച്ച് പയറുപ്പേരിയും മുട്ട പൊരിച്ചതും പിന്നെ മോര് താളിച്ചത് കേട്ടോ. അമ്മയൊക്കെ പിന്നെ ആ കറി തന്നെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ. പിന്നെ അമ്മായി, വല്യമ്മായി, ഞാനും ഏട്ടനും ഞങ്ങൾ 3 പേരും ഒരുമിച്ചാട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചത്. വലിയമ്മയെ അവിടെ താഴെ ഇരുന്നിട്ടേ കഴിക്കുള്ളൂ. അവർക്ക് അങ്ങനെ താഴെ ഇരുന്ന് കാലൊക്കെ നീട്ടിയിരുന്ന് കഴിക്കണം വലിയമ്മയ്ക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് എനേബിൾ എന്ന് ഓളെന്ന ഓപ്ഷൻ അമർത്താനൊന്നും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ, നിർദ്ദേശങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവും കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ ഇനി വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയച്ചു. അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് മെസ്സേജ് ഇടണേ. പിന്നെ നമ്മുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ഒതുങ്ങിയ വീഡിയോസൊക്കെ ആയിരിക്കണം. അപ്പോൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ടെൻഷൻ കാരണം അത്രയും ടൈമുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് വരും. കാരണം ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ ഞാനും രാജേട്ടനും അമ്മായി ഇവിടെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ. ഞങ്ങൾ 2 പേരും മുകളിൽ. അമ്മ പിന്നെ കിടന്നിട്ട് എണീറ്റ് വന്നു കേട്ടോ. കുട്ടീൻ്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ. ചെറിയമ്മായി പിന്നെ പണിയൊക്കെ മാറ്റി വന്ന് കുറച്ച് നേരം കുട്ടീനെയൊക്കെ കളിപ്പിച്ച് ചെറിയമ്മായി പോയി കിടന്നു കേട്ടോ. പിന്നെ മലയിലൊക്കെ അല്ലേ പണി, അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ നേരത്തെ എപ്പോഴും കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ അമ്മ എണീറ്റ് വന്ന് കുട്ടിയുടെ അടുത്തിരുന്നു കേട്ടോ. അവൾ ഉറങ്ങിയിട്ടില്ല. അവൾ നല്ല ഇനി കുറേ ടൈം കഴിഞ്ഞിട്ടൊക്കെ ഉറങ്ങുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വൈകിയിട്ടൊന്ന് അവൾ എണീറ്റതേ. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് എണീറ്റത് കുറച്ച് വൈകിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്ക്